ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ്. ബിന്ദൂസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഒരു പായസമാണ്. സേമിയ പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. ഇന്ന് സേമിയ പായസം ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു വലിയ സന്തോഷ വാർത്തയാണ്. അപ്പോൾ ആ സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് മധുരവും കൂടി വിളമ്പാമെന്ന് തീരുമാനിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്ത, സ്നേഹിച്ച നമ്മുടെ കുടുംബത്തിലെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിതുപോലെ ഒരു വലിയൊരു കാര്യം നേടാൻ സാധിച്ചത് കേട്ടോ. എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് മധുരം ഞാനിന്ന് പങ്കുവയ്ക്കുകയാണ്. സേമിയ പായസം ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പാലെടുക്കണം. ഞാൻ 2 കവർ പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 1 ലിറ്റർ പാല് കവറ് പൊട്ടിച്ച് ഉരുളിയിലേക്ക് ഒഴിക്കാം. ഈ 1 ലിറ്റർ പാലിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. പാലടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പാട കെട്ടാൻ ഇടവരരുത് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത സേമിയ തന്നെയാണ്, പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് സേമിയ. ചിലർക്കൊന്നും സേമിയയുടെ സ്മെല്ല് അത്ര പിടിക്കില്ല. സേമിയയുടെ സ്മെല്ല് കാരണം സേമിയ പായസം കുടിക്കണ്ടെന്ന് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ പണ്ടൊന്നും സേമിയ പായസം കുടിച്ചിരുന്നില്ല. അപ്പോൾ സേമിയയുടെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. സാധാരണ നമ്മൾ പായസത്തിന് സേമിയ എടുക്കുമ്പോൾ കഴുകാറില്ല. പക്ഷേ സേമിയ 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുത്താൽ ഈ സേമിയയ്ക്കുള്ള ഒരു പ്രത്യേക മണം മാറിക്കിട്ടും. അപ്പോൾ സേമിയ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഈ കാര്യങ്ങളുടെ ഇടയിൽ പാലിളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പാലിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാട കെട്ടും. സേമിയ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ. കണ്ടോ, വെള്ളം നല്ല പാൽ കളറാവുന്നത്. ഇനി ഈ വെള്ളം കളഞ്ഞെടുക്കാം, വേറെ വെള്ളം ഒഴിച്ചിട്ട് കഴുകാം. ഇങ്ങനെ 2-3 വട്ടം ഈ സേമിയ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. സേമിയ 2-3 വട്ടം കഴുകി അരിപ്പയിൽ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങി. 2 മിനിറ്റ് പാല് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാല് നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുള്ള സേമിയ, കഴുകി വെള്ളം വാലാൻ വെച്ച സേമിയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് സേമിയ വേവണം. ഇനി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. സേമിയ കട്ടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. സേമിയ പെട്ടെന്ന് വേവും, അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം സേമിയ ഇങ്ങനെ വെന്ത് വരും കേട്ടോ. സേമിയ അത്യാവശ്യം വെന്ത് തുടങ്ങി കേട്ടോ. സേമിയ ഏകദേശം ഒരു 3/4 ഭാഗം വെന്താൽ മതി. ഒരു 3/4 ഭാഗം വേവുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. 6-7 മിനിറ്റ് മതി കേട്ടോ സേമിയ വെന്ത് കിട്ടാൻ. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് സേമിയയാണ് എടുത്തത്, 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം സേമിയയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. 3/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ഇളം മധുരേ നമുക്കിതിന് വരുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിൽ ചേർക്കാമെന്ന്. ഈ പായസത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പായസം ഇതുപോലെ നല്ല വാവട്ടുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കാനുള്ള സൗകര്യം നല്ല വായവട്ടുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
ഏലക്കാപ്പൊടി ചേർത്തിട്ട് പായസം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പായസം തിളച്ച് നല്ല തിക്ക് പായസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല അടിപൊളി പായസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഇത് വറുത്തിടലാണ്. പായസം വറുത്തിടാൻ വേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പായസം വറുത്തിടാൻ നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ചായി തുടങ്ങി. ഇപ്പം കിസ്മിസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വയ്ക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇളം ചൂടോടെ പായസം കുടിക്കുന്നതാണ് നല്ലത്. പായസം ചൂടാറി ലേശം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യും. അങ്ങനെ ടേസ്റ്റിയായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.